അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. എല്ലാവർക്കും സഹസ്രനാമ പാരായണ പാഠത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ധർമാധാരാധനാധ്യക്ഷ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 884 നാമമാണത്. നമുക്ക് പാരായണം ചെയ്തു നോക്കാം. ധർമാധാര, ധർമ്മ ആധാര, ധർമാധാര. ധന അധ്യക്ഷ, ധനാധ്യക്ഷ. ധർമാധാര ധനാധ്യക്ഷ. ധനധാന്യ വിവർദ്ധിനി, ധനധാന്യ വിവർദ്ധിനി. ദീർഘമുണ്ട്. വിപ്രപ്രിയ, വിപ്രരൂപ. വിശ്വഭ്രമണകാരിണി കൂടിച്ചേർന്ന് വിശ്വഭ്രമണകാരിണി. വിപ്രപ്രിയ, വിപ്രരൂപ, വിശ്വഭ്രമണകാരിണി. വിശ്വഗ്രാസ, വിദ്രുമാഭ, വിദ്രുമ ആഭ, വിദ്രുമാഭ. വൈഷ്ണവി, വിഷ്ണുരൂപിണി. അയോനി, വിസർഗമുള്ള വാക്കാണ് അയോനിഹി. അതിനുശേഷം യോനി നിലയ എന്ന നാമം. ഇത് ശ്ലോകമായി പരിണമിക്കുമ്പോൾ അയോനിര്യോനി നിലയ എന്നാവും. അയോനിര്യോനി നിലയ. പിന്നെ കൂടസ്ഥ അടുത്ത നാമമായിട്ട് കുലരൂപിണി. വീരഗോഷ്ഠീപ്രിയ, വീരഗോഷ്ഠീപ്രിയ, വീര. നൈഷ്കർമ്മ്യ, നാദരൂപിണി എന്നിങ്ങനെയുള്ള നാമങ്ങൾ. വീരഗോഷ്ഠീപ്രിയ, വീരഗോഷ്ഠീപ്രിയ കൂടിച്ചേർന്നിട്ട് വീരഗോഷ്ഠീപ്രിയ. വീര എന്നടുത്ത നാമം. നൈഷ്കർമ്മ്യ എന്ന പിന്നത്തെ നാമം. നാദരൂപിണി, നാദരൂപിണി ഒക്കെ ദീർഘമുണ്ട്. വീരഗോഷ്ഠീപ്രിയ, വീര, നൈഷ്കർമ്മ്യ, നാദരൂപിണി. പിന്നെ വിജ്ഞാനകലന, വിജ്ഞാനകലന, വിജ്ഞാനത്തെ കലനം ചെയ്യുന്നവൾ. വിജ്ഞാനകലന, കല്യ. പിന്നീട് വിദഗ്ധ എന്നൊരു നാമം. ബൈന്ദവാസന, ബൈന്ദവ ആസന കൂടിച്ചേർന്നിട്ടാണ് ബൈന്ദവാസന എന്നാവുന്നത്. തത്വാധിക, തത്വഅധിക, തത്വാധിക. തത്വമയി, നമ്മൾ നേരത്തെ തത്വമയി അവിടെ 3 നാമങ്ങൾ കൂടിയിട്ടായിരുന്നു. തത്വം അയി എന്ന് 3 നാമങ്ങളായിരുന്നു തത്വമയി എന്നായത്. ഇവിടെ തത്വശബ്ദത്തോടുകൂടി മയട്ട് പ്രത്യയം ചേർന്നിട്ടാണ് തത്വമയി എന്നാവുന്നത്. അപ്പം അവിടെ തത്വമയി എന്നാണ് നാമം. ഇനി തത്വമർത്ഥസ്വരൂപിണി. അവിടെ തത്വം എന്ന 2 പദങ്ങളുടെ അർത്ഥം ആകുന്ന സ്വരൂപത്തോടു കൂടിയവൾ. തത്വമർത്ഥസ്വരൂപിണി. തത്വം, തതെന്നും ത്വന്നും കൂടിച്ചേർന്ന് തത്വമർത്ഥസ്വരൂപിണി എന്നാണ് അവിടെ. സാമഗാനപ്രിയ, സാമഗാനപ്രിയ, സാമഗാനപ്രിയ. സൗമ്യ,
സദാശിവ കുടുംബിനി, സദാശിവ കുടുംബിനി, സദാശിവ കുടുംബിനി. സവ്യ അപസവ്യ മാർഗസ്ഥ, സവ്യ അപസവ്യ മാർഗസ്ഥ ഒക്കെ കൂടിയിട്ടാണ് സവ്യ ആപസവ്യ മാർഗസ്ഥ എന്നാവുന്നത്. സർവാപദ് വിനിവാരിണി, സർവ ആപത്ത് വിനിവാരിണി, വിനിവാരിണി വിശേഷേണ നിവാരണം ചെയ്യുന്നത് കൊണ്ടാണ് വിനിവാരിണി. അപ്പം സർവാപദ് വിനിവാരിണി. അവിടെ നേരത്തെ പറഞ്ഞ പോലെ ദ്വി എന്ന് തോന്നാത്ത രീതിയിൽ സർവാപദ്വി നിവാരിണി എന്ന് തോന്നാത്ത രീതിയിൽ സർവാപദ് വിനിവാരിണി, സർവാപദ് വിനിവാരിണി ഇതാന്ന് കേൾക്കണം. പക്ഷെ വിനിവാരിണി എന്നാണെന്ന് മനസ്സിലാവുകയും വേണം. സർവാപദ് വിനിവാരിണി. അടുത്ത നാമം സ്വസ്ഥ. പിന്നീട് സ്വഭാവമധുര ഒക്കെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന നാമങ്ങളാണ്. സ്വഭാവമധുര, ധീര. അടുത്ത നാമമായിട്ട് ധീരസമർച്ചിത. പിന്നീട് ചൈതന്യാർഘ്യ സമാരാധ്യ, ചൈതന്യമാകുന്ന അർഘ്യം കൊണ്ട് സമാരാധിക്കപ്പെടുന്നവൾ. ചൈതന്യാർഘ്യ സമാരാധ്യ. ചൈതന്യകുസുമപ്രിയ, ചൈതന്യകുസുമപ്രിയ. സദോദിത, സദാ ഉദിത കൂടിച്ചേർന്ന സദോദിത. സദാതുഷ്ട, സദാതുഷ്ട കൂടിച്ചേർന്നിട്ടാണ് സദാതുഷ്ട. തരുണാദിത്യപാടല, തരുണ ആദിത്യപാടല, തരുണാദിത്യപാടല. പിന്നെ ദക്ഷിണാദക്ഷിണാരാധ്യ, ദക്ഷിണാരാധ്യ അങ്ങനെയല്ല, ദക്ഷിണ എന്നൊരു ദേവിയുണ്ട്. പക്ഷെ ഇവിടെ നാമം ദക്ഷിണാദക്ഷിണന്മാരാൽ ആരാധ്യയായവൾ. അപ്പം ദക്ഷിണാദക്ഷിണാരാധ്യ എന്നാണ് അവിടെ നാമം. ദക്ഷിണാദക്ഷിണാരാധ്യ എന്ന രണ്ടകാരം ഇടയിൽ വരുന്നത് ശ്രദ്ധിക്കുക. ദരസ്മേരമുഖാംബുജ, ദരസ്മേരമുഖാംബുജ. അടുത്ത നാമം കൗലിനീ കേവല എന്നാണ്. സാധാരണയായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു പക്ഷേ കൗലിനി എന്നും കേവലാനർഘ്യ കൈവല്യപദദായിനി എന്നും ചൊല്ലാറുണ്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, കൗലിനീ കേവല എന്ന് ഒന്നിച്ചിട്ട് ഒരു നാമമാണ്. അത് കഴിഞ്ഞ് അനർഘ്യ കൈവല്യപദദായിനി എന്ന അടുത്ത നാമവും. അപ്പോൾ കൗലിനി എന്ന് നിർത്തരുത് എന്നർത്ഥം. കൗലിനി കേവല അനർഘ്യ കൈവല്യപദദായിനി എന്നൊന്നിച്ച് ചെല്ലുന്നതാണ് അവിടെ ചൊല്ലുമ്പോൾ നിവൃത്തിയുള്ളൂ. കാരണം കേവല എന്ന് കഴിഞ്ഞ് അനർഘ്യ എന്ന അടുത്ത നാമത്തിൻ്റെ തുടക്കം അവിടെ അകാരമായതുകൊണ്ട് ആ ദീർഘം ഒന്നിച്ചങ്ങോട്ട് വരും. അപ്പോൾ അവിടെ ചൊല്ലുമ്പോൾ മുറിക്കാതെ ചൊല്ലുന്നതാണ് നല്ലത്. കൗലിനി കേവല അനർഘ്യ കൈവല്യപദദായിനി എന്ന് ഒന്നിച്ചങ്ങോട്ട് ചൊല്ലിക്കോളൂ. പിന്നെ സ്തോത്രപ്രിയ, സ്തുതിമതി ഒക്കെ മനസ്സിലാവുന്ന വാക്കുകളാണ്. ശ്രുതി സംസ്തുത വൈഭവ, ശ്രുതി സംസ്തുത വൈഭവ, ശ്രുതി സംസ്തുത വൈഭവ. മനസ്വിനി, മാനവതി, മഹേഷി, മംഗളാകൃതി. ആകൃതി എന്നുള്ള പദം ഇതിനു മുമ്പേയും പലതവണ വന്നിട്ടുള്ളതായതുകൊണ്ട് അതിന് കഴിഞ്ഞ വിസർഗം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മഹേഷി മംഗളാകൃതി എന്ന് വിസർഗത്തോടുകൂടി ഉച്ചരിക്കുക. മംഗളാകൃതി എന്നോ മംഗളാകൃതി എന്നോ ഉച്ചരിക്കുക. അപ്പോൾ ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം. നാളെ കാണാം.